ഹായ് കൂട്ടുകാരെ, നമസ്കാരം. എന്തൊക്കെയാണ് വിശേഷം? എല്ലാവരും സുഖമായിരിക്കണമെന്ന് വിചാരിക്കുന്നു. ഞാനും ഇവിടെ സുഖമായിരിക്കണം എന്ന് പറയാൻ പറ്റും, പക്ഷെ സുഖമില്ല. ഏകദേശം ഒരാഴ്ചയോളമായി ഞാൻ നിങ്ങളുടെ അടുത്തേക്ക് വന്നിട്ട്. അപ്പോൾ കുറേ ദിവസങ്ങളായി എന്ന് മാത്രമല്ല, സംസാരിക്കാൻ പോലും ശക്തിയില്ല എന്ന് മാത്രമല്ല, എഴുന്നേൽക്കാൻ പോലും ശക്തി ഉണ്ടായിരുന്നില്ല. അപ്പോൾ പിന്നെ ഒന്നും നിവർത്തിയില്ലല്ലോ. ഇന്നിപ്പോൾ ഒന്ന് ഞാൻ മേലൊക്കെ കഴുകി, നമുക്ക് എഴുന്നേറ്റ് നിൽക്കാൻ പറ്റിയാലല്ലേ ഒന്ന് മേലൊക്കെ കഴുകാനും കാര്യങ്ങൾക്കും പറ്റുള്ളൂ. അപ്പോൾ ഒരുപാട് വിശേഷങ്ങൾ നിങ്ങളായിട്ട് പങ്കുവെക്കണം എന്നൊക്കെ വിചാരിച്ചതാണ്. കഴിഞ്ഞ ഞായറാഴ്ച രാത്രി തൊട്ടിട്ട് നിക്കിക്ക് പനി തുടങ്ങി. തിങ്കളാഴ്ചയും ചൊവ്വാഴ്ചയൊക്കെ തിങ്കളാഴ്ച നമ്മൾ ഡോക്ടറെയൊക്കെ കാണിച്ചു. തിരീശ വാശി ഉണ്ടായിരുന്നു. അപ്പോൾ ഞാനങ്ങനെയൊക്കെ എടുത്തിരിക്കും കാര്യങ്ങളൊക്കെ ചെയ്യുമ്പോൾ അങ്ങനെയൊക്കെ എനിക്കും വന്നു. പനിയെന്ന് പറഞ്ഞാൽ മതിയോ? ബാക്ക് പെയിൻ, രണ്ട് കൈൻ്റെയും കാലിൻ്റെയും മുട്ടിൻ്റെയൊക്കെ വേദന. അതുപോലെ പനിച്ച് തൊണ്ടാകുമ്പോൾ പറയാം 4 മണിക്കൂറൊന്നും നിൽക്കണില്ല ഗുളികയുടെ ഡോസ് കേട്ടോ. ചുണ്ടിൻ്റെ തോലൊക്കെ അങ്ങനെ അടർന്നു പോരുക. പക്ഷെ ഞാനായതുകൊണ്ടാണത് ഞാൻ കഴിച്ചു കൂട്ടിയത് കേട്ടോ. എൻ്റെ സ്ഥാനത്ത് വേറൊരാളാച്ചാൽ ഇരിക്കില്ല. താങ്ങുള്ളവനെ തളർച്ചുള്ളൂ എന്ന് പറയും. എനിക്ക് താങ്ങുള്ളപ്പോഴും താങ്ങാൻ ആളുണ്ടായിരുന്നില്ല, ഇപ്പോഴും ഇല്ല. അപ്പോൾ പിന്നെ നമ്മളത് സഹിച്ചിട്ടും അതനുഭവിച്ചിട്ടും നമുക്ക് പരിചയമായതുകൊണ്ട് കുഴപ്പമില്ല. എത്ര വയ്യെങ്കിലും നമ്മളതിനെ പണിയിപ്പിച്ച് ശീലമുള്ള ആളാണ് നമ്മുടെ കൂടെ ഉണ്ടായിരുന്നത്. അപ്പോൾ ഞാൻ പൊങ്ങച്ചം പറഞ്ഞിട്ട് കാര്യമില്ലല്ലോ, സത്യം അങ്ങനെയായിരുന്നു. അപ്പോൾ പിന്നെ ഇപ്പം ഞാനത് പൊങ്ങച്ചം പറഞ്ഞിട്ട് കാര്യമില്ല. അപ്പോൾ അതുകൊണ്ട് എനിക്ക് എത്ര അസുഖമായാലും അത്രമാത്രം ഞാൻ എഴുന്നേൽക്കാൻ പറ്റാത്തൊരവസ്ഥയിലായാലും ഞാൻ കിടക്കുള്ളൂ. ഒരുപാട് ക്ഷീണമായി എനിക്ക്. ഭക്ഷണം കഴിച്ചിട്ട് ഞാൻ 4-5 ദിവസമായിട്ടോ വെള്ളം മാത്രം കുടിക്കും, അത് മാത്രം. ബാക്കി എനിക്ക് വോമിറ്റിംഗ് ടെൻഡൻസി. വയറിൻ്റെ ഇവിടെ നിന്നും ഈ നെഞ്ചിൻ്റെ ഇത് വരയ്ക്കും നമുക്കിങ്ങനെ എന്തോ തടഞ്ഞിരിക്കണ പോലെ ഉണ്ടായിട്ടുണ്ട്. അപ്പോൾ വോമിറ്റിംഗ് ടെൻഡൻസി അങ്ങനെയൊക്കെ ആയിട്ട് ഭയങ്കര ബുദ്ധിമുട്ട്. പിന്നെ സഹിക്കാൻ പറ്റാണ്ട് വെച്ചാൽ കിടക്കാൻ പറ്റില്ല നമുക്ക്, അങ്ങനെ വേദനകൾ ഉണ്ടാകുന്നത്. പിന്നെ തലവേദനയും ഒന്നും സഹിക്കാൻ പറ്റില്ല. അത് എന്ത് പനിയാന്നുള്ളത് അറിയില്ല. എന്തോ ഒരു വൈറൽ ഫീവറാണ് അവനെന്നുള്ളത് പറഞ്ഞു ഡോക്ടർ. അങ്ങനെ എന്തായാലും അനുഭവം വല്ലാത്തൊരു അനുഭവമായി മാറി. അപ്പോൾ നിങ്ങളോട് കുറേ വിശേഷങ്ങളൊക്കെ പങ്കുവയ്ക്കാനുണ്ടായിരുന്നു. മച്ചാട് മാമാങ്കം, അതുപോലെ മച്ചാട് പറ വരുന്നതും ഒക്കെ. അപ്പോൾ അതൊക്കെ വീഡിയോ എടുക്കും കാര്യങ്ങളൊക്കെ ചെയ്തു പറഞ്ഞിട്ട് കാര്യമില്ല, നമുക്കൊന്നും ചെയ്യാനായിട്ട് പറ്റിയില്ല. അപ്പോൾ ആ ചൊവ്വാഴ്ച മച്ചാട് മാമാങ്കത്തിൻ്റെ അന്ന് നമ്മുടെ ഉത്രാളിക്കാവ് പറ പുറപ്പെട്ടു. പറ പുറപ്പെട്ടിട്ട് വെള്ളിയാഴ്ച ഇവിടെ പറ വന്നത് കേട്ടോ. നമ്മുടെ വീട്ടിൽ വരിക വെള്ളിയാഴ്ചയാണ്. വെള്ളിയാഴ്ച ആകുമ്പോഴത്തേനും എനിക്ക് തോന്നുന്നു എഴുന്നേറ്റ് നിന്ന് നമ്മളിങ്ങനെ കുഴഞ്ഞ് വീഴും എന്നുള്ളത് നമുക്കങ്ങനെ ഒരു ഫീലിംഗ് ഉണ്ട് കേട്ടോ. അപ്പോൾ എനിക്ക് തോന്നി രാവിലെ ഞാൻ എത്രയൊക്കെ വയ്യെങ്കിലും ഞാൻ എഴുന്നേൽക്കും. ഉമ്മറത്തെ വാതിൽ തുറക്കുമ്പോഴത്തേനും എൻ്റെ കപ്പാസിറ്റി കഴിയും കേട്ടോ. അപ്പോൾ ഞാൻ കുറച്ച് നേരം ഹാളിലിരിക്കും. അത് കഴിഞ്ഞിട്ട് പിന്നെ മെല്ലെ പോയിട്ട് ഗേറ്റ് തുറക്കും, പാലൊക്കെ എടുക്കും, പിന്നെ വന്നിട്ട് കുറച്ച് നേരം ഇരിക്കും, എന്നിട്ട് ചായ വയ്ക്കും. അങ്ങനെ ഓരോന്ന് ഞാൻ ചെയ്തുകൊണ്ടുണ്ടായിരുന്നു. അപ്പോൾ അങ്ങനെ ചായയൊക്കെ വെച്ചിട്ട് നിന്നപ്പോൾ എനിക്ക് തോന്നി ഭക്ഷണമൊന്നും ഞാൻ കഴിക്കണില്ല. ചിലപ്പോൾ അതുകൊണ്ടായിരിക്കും ഞാൻ അങ്ങനെ വീഴും എന്നുള്ളത് തോന്നുന്നത്. നമുക്ക് നടക്കാനൊക്കെ പേടിയാവുക വീഴും തോന്നിയിട്ട്. അപ്പം ഞാൻ ഒരേ ഒരു പിടി കൊടിയേരി ഇട്ടിട്ട് ഞാൻ കഞ്ഞി ഉണ്ടാക്കി. അതിന് 4 സ്പൂൺ ഞാൻ കുടിച്ച് നോക്കിയിട്ടോ. കുടിക്കാൻ പറ്റിയിട്ടല്ല, എന്നാലും കുടിച്ചു. പറ വരുമ്പോൾ പറ ശരിയുണ്ട് വെച്ചിട്ട് എനിക്ക് തോന്നി പറ ഞാൻ മുറം എടുത്ത് കഴിഞ്ഞ് ഞാൻ നടക്കുമ്പോൾ ഞാൻ വീഴുമോ എന്നുള്ളൊരു പേടി. ഞാൻ ഷീനയ്ക്ക് വിളിച്ചു പറഞ്ഞു. രുക്ക് പിന്നെ വന്ന് നമ്മുടെ കാര്യങ്ങളൊക്കെ നോക്കുമല്ലോ. ഷീനയ്ക്ക് വിളിച്ച് പറഞ്ഞിട്ട് ഷീനോട് പറഞ്ഞു ഇങ്ങനെ വരണമെങ്കിൽ തീരെ വയ്യ ഷീന എന്നൊക്കെ പറഞ്ഞു. ഷീന വേഗം വന്നു കേട്ടോ. 7:30 വന്നു. അവൾ വന്നിട്ട് എല്ലാവരും അടിച്ച് തുടച്ച് അണിയലൊക്കെ ചെയ്ത് പറയും കാര്യങ്ങളൊക്കെ റെഡിയാക്കി. ഈ പ്രാവശ്യം വെച്ചാൽ പറ എവിടെ നിന്നും ഇല്ലാതെ നേരത്തെ വന്നത്. 9:30 വന്നു കേട്ടോ. വെളിച്ചപ്പാടുണ്ടായിരുന്നില്ല. അരമണിയും വാളും ഒരാൾ കൈവശം വെച്ചിട്ട് അങ്ങനെ വന്നിറക്കുന്നുണ്ടായിരുന്നത്. പറ ചൊരിഞ്ഞു. അപ്പോഴത്തേനും എനിക്ക് വയ്യ. വേഗം വന്ന് ഞാൻ കടന്നു. പറ പോയി കഴിഞ്ഞ് അവരുടെ കാര്യങ്ങളൊക്കെ ഞാൻ ധൃതിയിൽ വേഗം ചെയ്തു കേട്ടോ. നമുക്ക് അവർക്ക് കാശ് കൊടുക്കാനുള്ളതും ഒക്കെ കൊടുത്ത് ഇവിടെ വന്ന് 10 മിനിറ്റ് കടന്നു. ഞാൻ ഹോസ്പിറ്റലിലേക്ക് വിളിച്ച് ബുക്ക് ചെയ്തിട്ടുണ്ടായിരുന്നു. പോയി കണ്ടു. അങ്ങനെ വേദമായിട്ടൊന്നുമില്ല. ജീവിതത്തിൽ ഏറ്റവും വലിയ വിഷമം എന്താ അറിയുമോ? നമുക്കിതുപോലെ ഇങ്ങനെ വയ്യാതെ ആവുന്ന സമയത്ത് ആരും നമുക്കൊരു തുള്ളി വെള്ളം തരണ്ട. നമുക്ക് സ്വസ്ഥമായിട്ടൊന്ന് കിടക്കാൻ പറ്റിയാൽ മതി. അത് പറ്റില്ല എന്ന് വെച്ച് കഴിഞ്ഞുള്ള ആ വിഷമം ആരോടോ പറയുകയെന്ന് എനിക്കറിയില്ല.
അത്രയ്ക്ക് ഗതികേടാണ് എൻ്റെത്. അപ്പോൾ ഞാൻ പറഞ്ഞില്ലേ, ഞാൻ രാവിലെ എഴുന്നേറ്റ് ചായയൊക്കെ വെച്ച് കഴിഞ്ഞിട്ട് പിന്നെ കുറേശ്ശെ ഉപ്പേരി എന്തെങ്കിലും ഉണ്ടാക്കും, പിന്നെ വന്ന് 10 മിനിറ്റ് കിടക്കും. അങ്ങനെ ഞാൻ കാര്യങ്ങൾ ചെയ്തിട്ടുണ്ടാറുണ്ട്. നീന പിന്നെ രാവിലത്തെയും വൈകുന്നേരത്തെയും ടിഫിൻ നീന റെഡിയാക്കി. അങ്ങനെ പോയി. പിന്നെ ഒരു ദിവസം കൂട്ടാൻ്റെ കൂടുതൽ വെച്ചപ്പോൾ 2 ദിവസമൊക്കെ അതുണ്ടായി. ഉപ്പേരി മാത്രം വെക്കേണ്ടി വന്നുള്ളൂ. വെള്ളിയാഴ്ച എനിക്ക് തീരെ പറ്റിയില്ല, ഹോസ്പിറ്റലിലേക്ക് പോകേണ്ടതല്ല. അന്ന് നീനോടന്ന് ഞാൻ പറഞ്ഞു, ഒരു മോളുഷ് എന്തെങ്കിലും ഉണ്ടാക്കിക്കോളാൻ പറഞ്ഞു. അവളത് വെച്ചു. പിന്നെ എന്താ വെച്ചാൽ എപ്പോഴും എനിക്ക് റെസ്റ്റ് പറയണ സമയത്ത് പിന്നെ ഇവിടെ കാര്യങ്ങൾ ചെയ്യാനുള്ള ആൾ നീനയാണ്. എനിക്ക് റെസ്റ്റ് ഡോക്ടർ പറഞ്ഞു ഞാൻ വന്നു കഴിഞ്ഞാൽ അന്ന് അവൾക്കും വയ്യാതെ ഉണ്ടാവും. അപ്പം എനിക്ക് ഏറ്റവും വലിയ സുഖമാണ്. പിന്നെ മാത്രമല്ല, അമ്മയ്ക്ക് ഇത്തിരി ഓർമ്മക്കുറവുള്ള കാരണം എനിക്ക് ഒരുത്തിൽ കിടക്കാൻ പറ്റില്ല. എൻ്റെ കണ്ണും ചെവിയും എല്ലാം അവിടേക്ക് അടുക്കളയിലേക്ക്. എന്താ അറിയോ, പോയിട്ട് ഇൻസുലിൻ എടുക്കുകയാണ് അമ്മ. അപ്പോൾ കിടക്കണോടത്ത് എനിക്ക് ഇവിടുത്തെ മനസ്സമാധാനമില്ല. ഫ്രിഡ്ജ് കൂട്ടാൻ പറ്റില്ലല്ലോ, എന്താ ചെയ്യുക? ഒന്ന് ചീഞ്ഞാൽ മറ്റൊന്നിന് വളാവെന്ന് പറയും. കാര്യം ശരിയാ. എൻ്റെ എല്ലാ ചീച്ചിലുകളും മറ്റുള്ളവർക്ക് നല്ലതായിരുന്നു, എനിക്ക് മാത്രമല്ല അങ്ങോട്ട് ബുദ്ധിമുട്ട്. ഞാനത് എപ്പോഴും ചിന്തിക്കും. നമുക്ക് ഒരാളുടെ നഷ്ടം മറ്റൊരാൾക്ക് നല്ലതാണെന്നൊക്കെ പറയണ പോലെ എന്തൊക്കെയോ ആയിക്കോട്ടെ, ഇങ്ങനെയെങ്കിൽ ഇങ്ങനെ പോകാനായിട്ട് പറ്റട്ടെ, ഞാൻ അത്രേ ചിന്തിക്കുന്നുള്ളൂ. അപ്പോൾ ഞാൻ കുറച്ച് വിശേഷം ഇങ്ങനെ പങ്കുവെക്കണമെന്ന് മാത്രം. ഇങ്കക്കാട് വിഭാഗത്തിന് ആദ്യമായിട്ട് നമ്മുടെ ഇവിടെ മാരാത്തുകുന്ന് പരിപാടികളൊക്കെ ഉണ്ടായി. അടുത്താണ്, നമുക്ക് പോയിട്ട് കാണാം. അത്തിപ്പഴം പഴുത്തപ്പോൾ കാക്കയ്ക്ക് വായിൽ വായപ്പുണ്ണ് എന്ന് പറഞ്ഞ പോലെയാണ്. നമുക്ക് എല്ലാ കാര്യങ്ങളും എനിക്ക് അങ്ങനെ തന്നെയാണ്. ഇവിടുത്തെ പൂരം കഴിഞ്ഞ് കഴിഞ്ഞാൽ പ്രജറ അവിടുത്തെ ഉത്സവമാണ്. അപ്പോൾ എന്നാൽ ശരി, എല്ലാവർക്കും കൂടി അങ്ങോട്ട് പോകാമെന്ന് തീരുമാനിച്ചു. അതും നടക്കില്ല, ഇങ്ങനെ വയ്യാത്തോടത്ത് നമുക്ക് പറ്റില്ലല്ലോ. ഉത്രാളിക്കാവ് പൂരത്തിൻ്റെ തന്നെ ഈ പരിപാടികൾ തന്നെ കാണാൻ പോകാൻ പറ്റുന്നില്ല. പിന്നെയാണോ ഇനിയിപ്പോൾ മറ്റതൊക്കെ, എന്തെങ്കിലും ആവട്ടെ. അപ്പോൾ ഇന്ന് കാലത്ത് ഇഡ്ഡലിയാണ് ഉണ്ടാക്കിയത് കേട്ടോ. പിന്നെ ഇതാ മാങ്ങയും പരിപ്പും ചേമ്പിൻ്റെ വിത്ത് എന്ന് പറയും, നമ്മൾ ചേമ്പില്ലേ, അതും കൂടിയിട്ട് കറി വെച്ചു. അങ്ങനെ ആരെങ്കിലും ഉണ്ടാക്കുമെന്ന് എനിക്കറിയില്ല. ഞാനെന്തായാലും ഇങ്ങനെയൊക്കെ വെച്ചൊരു കറി വെക്കണ്ടേ. പിന്നെ മുരിങ്ങക്കായ ഉണ്ടായി നിൽക്കുന്നുണ്ടോ, ഇത് നമ്മുടെ നേന്ത്രവാഴയ്ക്ക് താങ്ങ് കൊടുത്ത മുരിങ്ങക്കൊമ്പാണ്. അതിൽ കായ ഉണ്ടായി. വേണമെങ്കിൽ ചക്ക വേരിലും കായ്ക്കും പറഞ്ഞ പോലെ മുരിങ്ങക്കായ എവിടെ വേണമെങ്കിൽ ഉണ്ടാവുന്നുണ്ട് കേട്ടോ. ഇന്നത്തെ എൻ്റെ വിശേഷങ്ങൾ ഇത്രയൊക്കെ തന്നെയുള്ളൂ. എൻ്റെ കൂട്ടുകാർക്ക് ഇഷ്ടമായി ഉണ്ടാവുമെന്ന് വിചാരിക്കണം. ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ ലൈക്ക്, ഷെയർ ചെയ്യുക. അതുപോലെ പുതിയതായി കാണുന്ന ഏതെങ്കിലും കൂട്ടുകാരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുതേ.